ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആറാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ EMI. വളരെ എളുപ്പമുള്ള ഒരു 3-4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രോബ്ലംസ് ആണ് വരുന്നത്. സിമ്പിൾ പ്രോബ്ലം ചോദിക്കത്തുള്ളൂ കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിച്ചത് എന്താണ്? ഒരു കറണ്ടിന് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പഠിച്ചത്. അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. ഒരു DC മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചായിരുന്നു. നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ കറക്കം അത് തന്നെ ഉദ്ദേശിച്ചത് അല്ലേ. അവിടെ നമ്മൾ മോട്ടറാണ്, അതായത് നമ്മളവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ആ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി. എവിടെയാണ്? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത്. ഈ ചാപ്റ്ററിൽ ഞാൻ ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, അവിടെ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫാരഡേയൊക്കെ ഒരു ചിന്തയുണ്ടായി. എന്താണ്? എന്തുകൊണ്ട് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാക്കിയാൽ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ടിനെ ഉണ്ടാക്കിക്കൂടാ? മനസ്സിലായോ? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിസിറ്റി എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ ഭയങ്കര ആപ്ലിക്കേഷനുള്ളൊരു ചാപ്റ്ററാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ഇല്ലേ, നമ്മുടെ ഇടുക്കി ഡാമിലൊക്കെ ഇരിക്കുന്ന ജനറേറ്ററിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ചാപ്റ്ററുമായിട്ടാണ്. ഇതിൽ നിന്ന് തുടർന്ന് വരുന്ന അടുത്തൊരു ചാപ്റ്ററാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്റർ. അത് ഫുള്ള് മാത്തമാറ്റിക്സാണ്. ഓക്കെ, അപ്പോൾ ഇത് തിയറി അല്ല, തിയറി കുറച്ചേ ഉള്ളൂ. മൊത്തം എന്താണ്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫാരഡേയും ഹെൻറിയും കൂടെ ചേർന്ന് നടത്തിയ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഫാരഡേയുടെയും ഹെൻറിയുടെയും കുറച്ച് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മളൊരു ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കും. ഞാൻ വന്നില്ല. വന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ് പഠിക്കും. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷനായിട്ട് ഫാരഡേ ഒരു ലോ ഉണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോ ആണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ലോ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ഓരോ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഒരു സോളിനോട് എടുത്തിട്ട് ഒരു ഗാൽവനോമീറ്റർ അതുമായിട്ട് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ട് ഈ സോളിനോയിഡിൻ്റെ അകത്തോട്ട് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യിച്ചു. ഈ സോളിനോയിഡിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റിനെ എന്ത് ചെയ്തു? മൂവ് ചെയ്യിച്ചപ്പോൾ ഈ ഈ ഗാൽവനോമീറ്ററിനകത്ത് ഒരു നീഡിലുണ്ട്. ആ നീഡിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ ഈ മാഗ്നറ്റിനെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇത് റൈറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്താൽ അതിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഗാൽവനോമീറ്റർ കോയിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ ഗാൽവനോമീറ്റർ എന്തുണ്ടാവും? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്തുണ്ടായി? ഒരു കറണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 2 സോളിനോയിഡ് എടുത്തു. ഒരു സോളിനോയിഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. അടുത്ത സോളിനോയിഡിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ സോളിനോയിഡിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. ഈ സോളിനോയിഡിനെ എന്ത് ചെയ്യുന്നറിയാവോ?
ഈ സോളിനോയിഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴും ഇതിൽ നിന്നും അകത്ത് കൊണ്ടുപോയപ്പോഴും പിന്നെയും ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ എന്ത് കണ്ടു? ഒരു ഡിഫ്ലക്ഷൻ കണ്ടു. അതായത് ഈ സോളിനോയിഡിൻ്റെ ഈ അടുത്തിരിക്കുന്ന ഈ സോളിനോയിഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴും അകത്ത് കുറച്ച് നീക്കി വെച്ചപ്പോഴും ഇതിങ്ങനെ മൂവ് ചെയ്യിച്ചപ്പോൾ ആരെ മൂവ് ചെയ്യിച്ചത്? ഈ സോളിനോയിഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ചപ്പോൾ ഈ ഗാൽവനോമീറ്റർ കോയിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ നീഡിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി അവരുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, ഒരു കോയിലുണ്ട്, ആ കോയിലിൻ്റെ അടുത്ത് മറ്റൊരു കോയിലുണ്ട്. ഈ കോയിലിൻ്റെ അടുത്ത് മറ്റൊരു കോയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ സ്വിച്ചും കണക്ട് ചെയ്തു. സ്വിച്ച് എന്ത് ചെയ്തു? ഓണാക്കി ഓഫാക്കി. സ്വിച്ച് ഓണാക്കി ഓഫാക്കി. ആ ഓണാക്കുന്ന ആ ടൈമിലും ഓഫാക്കുന്ന ടൈമിലും ശ്രദ്ധിക്കുക, ഓണാക്കുന്ന ടൈമിലും ഓഫാക്കുന്ന ടൈമിലും ഇവിടെ എന്ത് കാണിച്ചു? ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു. ഗാൽവനോമീറ്റർ കോയിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു. ഈ സ്വിച്ച് ഓണാക്കി തന്നെ വെച്ചാൽ ഡിഫ്ലക്ഷൻ കാണിക്കത്തില്ല. ആ ഓണാക്കുന്ന ഇൻസ്റ്റൻറ്റിലും ഓഫാക്കുന്ന ഇൻസ്റ്റൻറ്റിലും എന്ത് കാണിച്ചു? ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇവിടെ മൂവ് ചെയ്യിച്ചപ്പോഴാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത് എപ്പോഴാണ്? സ്വിച്ച് ഓണാക്കിയപ്പോഴും ഓഫാക്കുന്ന ആ ഇൻസ്റ്റൻറ്റിൽ മാത്രം. സ്വിച്ച് ഇപ്പോൾ നമ്മൾ ഓണാക്കി വെച്ചിരിക്കുക, ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കത്തില്ല. മനസ്സിലായോ? ഇതാണ് അവർ ചെയ്ത 3 എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെൻ്റ് കൺക്ലൂഷൻ എന്ന നിലയ്ക്കാണ് നമ്മുടെ ഫാരഡെ ഒരു ലോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ആദ്യമായി പഠിക്കുന്ന ആ ലോയാണ് എന്ത്? ഫാരഡെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സാധനമാണ് എന്താണ്? ഫാരഡെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ലോ ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം ഈ സാധനത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ലോയാണ് ഫാരഡെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ലോ ആണ്. ആ ലോ ഇത്രേ പറയുന്നുള്ളൂ. ഒരു കോയിലുമായിട്ട്, ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, ഞാൻ ഡെഫിനിഷനൊക്കെ പറഞ്ഞുതരാം. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കോയിൽ എടുക്കുക. ഇതൊരു കോയിലാണ് അല്ലേ? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന, മുട്ടിയിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്, ആർക്കാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ ഇ എ കോസ് തീറ്റ അല്ലേ? ഇ എ കോസ് തീറ്റ. ഇലക്ട്രിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ ഇതായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു? ഇൻ്റഗ്രൽ ഇ ഡോട്ട് എന്താണ്? ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എസ്, ചെറിയ സർഫസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അതാ എ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ ഇ എ കോസ് തീറ്റ ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ എന്ത് തന്നെയായിരിക്കും? സിമ്പിൾ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡിക്കേഷൻ ബി, ഇലക്ട്രിക് ഫീൽഡ് അല്ല, അവിടെ മാഗ്നറ്റിക് ഫീൽഡാണ്. ബി എ കോസ് തീറ്റ. എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസിംഗ് നോർമൽ ത്രൂ എ സർഫസ്. അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചതുപോലെ തന്നെയാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരുന്നു? ഒരു സർഫസിലൂടെ നോർമലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിച്ചത്. അപ്പോൾ എന്തായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന, പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അവിടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു, ഇ എ കോസ് തീറ്റ. അതുപോലെ തന്നെയാണ് ഇവിടെയും. മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാറി എന്താകും? അത് മാഗ്നറ്റിക് ഫീൽഡ് ആവും. ഏരിയ തന്നെ, പിന്നെ കോസ് തീറ്റ. എന്താ തീറ്റ എന്ന് പറയുന്നത്? ഇവിടെ തീറ്റ എന്തായിരുന്നു? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ വെക്ടർ. സെയിം തന്നെ. എന്തായിരിക്കും തീറ്റ എന്ന് പറയുന്നത്? ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ വെക്ടർ. സെയിം തന്നെ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ, പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്.
അവിടെ ഇലക്ട്രിക് ഫീൽഡാണ് ഇലക്ട്രിക് ഫ്ലക്സിന് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഫാരഡേയുടെ ലോ ആണ് അല്ലേ. അപ്പോൾ ഫാരഡേ ലോ പറയുന്നത് എന്താണ്? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്, ആർക്കാണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്. എനിക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പഠിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുസ്തകത്തിലൊക്കെ ഫ്ലക്സ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ, ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കോയിലിൽ എന്തുണ്ടാകും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. എന്താ ഇൻഡ്യൂസ് ചെയ്യുക? ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ എന്താണ് ആ ലോ പറയുന്നത്? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആർക്ക് വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ്? മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകണം. ലിങ്ക് ചെയ്താൽ EMF ഉണ്ടാകത്തില്ല. ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് എന്തുണ്ടാകണം? വേരിയേഷൻ ഉണ്ടാകണം. ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിനെ ഉണ്ടാക്കും? EMFനെ ഉണ്ടാക്കും. ഇതാണ് ഫാരഡേ പറഞ്ഞത്. അപ്പോൾ ഒരു കോയിലുമായിട്ട് മക്കളെ എന്താ? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാകണം. ലിങ്ക് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഫ്ലെക്സിന് എന്തുണ്ടാകണം? വ്യതിയാനം ഉണ്ടാകണം, ചേഞ്ച് ഉണ്ടാകണം, വേരിയേഷൻ ഉണ്ടാകണം. അങ്ങനെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോയിൽ എന്തുണ്ടാകും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഫാരഡേ ലോ പറയുന്നത്? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ കോയിലിൽ ഒരു EMF ഉണ്ടാവും. whenever a magnetic flux linked with a coil changes an EMF is induced in it. മനസ്സിലായോ? എന്താ പറഞ്ഞത്? whenever a magnetic flux linked with a coil changes. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാഗ്നറ്റിനെ ഇവിടെ ചുമ്മാതെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. മൂവ് ചെയ്യിക്കുന്നില്ല, ചുമ്മാതെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. റിഫ്ലക്ഷൻ കാണിക്കത്തില്ല. കാരണം എന്താ? മാഗ്നറ്റ് ഇവിടെ ചുമ്മാതെ ഇരിക്കുമ്പോഴത്തേക്കും ലിങ്ക് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വേരി ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാ പറഞ്ഞത് എന്താണ്? whenever a magnetic flux linked with a coil changes. അതിന് ചേഞ്ച് ഉണ്ടാകണം. ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. അതാണ് എന്ത് പറയുന്നത്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ലോ ആണ്. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്ന ലോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ, ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഒരു കോയിലുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ, ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ആ കോയിൽ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും? ഒരു EMF ഉണ്ടാകും. 100% എന്താണ്? ഉറപ്പാണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാണ് എന്ത്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? whenever a magnetic flux linked with a coil changes an EMF is induced in it. ഒന്നും കൂടെ പറയാം. എന്താ പറയുന്നത്? whenever a magnetic flux linked with a coil changes an EMF is induced. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? whenever a magnetic flux, അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കണം വിത്ത് എ കോയിൽ ചേഞ്ചസ്. അടുത്ത പോയിന്റ് എന്താണ്? ചേഞ്ച് ചെയ്യണം. ആ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകണം. അങ്ങനെ ചേഞ്ച് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഒരു EMF അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങളിപ്പോൾ ഒരു കോയിൽ എടുത്തിട്ട് കാന്തം നിങ്ങൾ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. 100% ഉറപ്പാണ് അവിടെ എന്തുണ്ടായിരിക്കും? ഒരു EMF ഉണ്ടായിരിക്കും. നമ്മുടെ വയറില്ലേ, നിങ്ങളുടെ വയറ് ചുറ്റി വെക്കണം.
എന്നിട്ട് അതിനൊരു ഗാൽവനോമീറ്ററോടെ കണക്ട് ചെയ്യണം. എന്നിട്ടൊരു കാന്തം എടുത്ത് അതിൻ്റെ അടുത്തോട്ട് വന്ന് ഉറപ്പായിട്ടും ആ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ എന്താണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? കുഴപ്പമില്ലല്ലോ. അതിൻ്റെ ബേസിലാണ് ഇതൊക്കെ എന്ത് ചെയ്തത്? വർക്ക് ചെയ്തത്. ഓക്കെ, വേറൊരു കാര്യം ഞാൻ പറയുവാണ്. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം BA cos θ ആണ്. അപ്പോൾ ഫ്ലെക്സ് എങ്ങനെയൊക്കെ ചേഞ്ച് ആവും? ഫ്ലെക്സ് എങ്ങനെയൊക്കെ ചേഞ്ച് ആകാം? ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകണം. ശ്രദ്ധിക്കുക, ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. എപ്പോഴൊക്കെയാണ് ഫ്ലെക്സ് ചേഞ്ച് ആകുന്നത്? എങ്ങനെയൊക്കെ ഫ്ലെക്സ് ചേഞ്ച് ആകാം? ഫ്ലെക്സ് ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകണം. കാരണം ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ BA cos θ ആണ്. അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ആകണം, ഏരിയ മാറണം. അല്ലെങ്കിൽ ഏരിയയ്ക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ മാറണം. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരാൾ മാറിയാൽ മതി. ഏതെങ്കിലും ഒരാൾ മാറിയാൽ അവിടെ ഫ്ലെക്സിന് എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി എന്ന് പറയാം. ഫ്ലെക്സിന് എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. നമ്മൾ എല്ലാ കേസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലോട്ട് ഒന്ന് കടന്നു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ മാഗ്നറ്റിനെ ഞാനല്ല, അവർ കണ്ടുപിടിച്ച കേട്ടോ. ഈ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവന്നപ്പോഴും പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴും മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു. എന്തുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്തു? ഇത് അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായി. എങ്ങനെ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായി? ഏരിയ മാറുന്നുണ്ടോ? ഇല്ല, സോളിനോയിഡിൻ്റെ ഏരിയ മാറുന്നില്ല. പിന്നെ എന്താ സംഭവിച്ചത്? മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റ് ഒരു സോളിനോയിഡിന് അടുത്തോട്ട് വരുമ്പോൾ അവിടെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയെങ്കിലുമൊക്കെ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായാൽ മതി. ഒന്നെങ്കിൽ ഏരിയ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാഗ്നറ്റിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കോയിലിൻ്റെ ഏരിയ മാറ്റുകയാണ്. ഏരിയ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ അസ്യൂം ചെയ്യുക. നിങ്ങളിതിൻ്റെ ഏരിയ നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യും. ഏരിയ ഇതൊരു സോളിനോടാണ്, ഇതിൻ്റെ ഏരിയ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഏരിയ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടോ? EMF ഉണ്ടോ? എങ്ങനെയെങ്കിലും ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായാൽ മതി. ഫ്ലെക്സ് എങ്ങനെയൊക്കെ ചേഞ്ച് ആകാം? ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഏരിയ, അല്ലെങ്കിൽ അവർക്കിടക്കുള്ള ആംഗിൾ. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാഗ്നറ്റ് ഇവിടെ കറക്കിയാൽ മതി. ഇത് കറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഫീൽഡിനും വേരിയേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആംഗിളിൽ എന്തുണ്ടാവും? വേരിയേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ചെയ്താൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടുത്തെ ആ 3 ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒരാൾ മാറിയാൽ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവും. ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അവിടെ എന്തുണ്ടാകും? ഒരു EMF ഉണ്ടാകും. ഫ്ലെക്സ് എപ്പോൾ ചേഞ്ച് ആകുന്നു? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിന് എപ്പോൾ ചേഞ്ച് ഉണ്ടാകുന്നു അവിടെ എന്തുണ്ടാകും? ഉറപ്പായിട്ടും 100% ഉറപ്പാണ് അവിടെ എന്തുണ്ടാകും? ഒരു EMF ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഫ്ലെക്സിന് വേരിയേഷൻ ഉണ്ടായി. ഇനി ഈ മാഗ്നറ്റിനെ ഞാൻ അകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്, മൂവ് ചെയ്യിക്കുന്നില്ല, ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താണ്? ഓക്കെ, ഇപ്പോൾ ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാനിപ്പോൾ കോയിലിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഈ മാഗ്നറ്റിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഫ്ലെക്സ് ഒക്കെ ഉണ്ട് അവിടെ, ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, കോയിലുമായിട്ട് ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യണം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കിക്കേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇപ്പോൾ ഈ സോളിനോയിഡ്, ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സോളിനോയിഡിൻ്റെ അകത്ത് ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഉണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും കേട്ടോ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കോയിലിനകത്ത്, അല്ലെങ്കിൽ ഈ കോയിലുമായിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലെക്സിന് ഇപ്പോൾ ഒരു ലിങ്ക് ഉണ്ട് അല്ലേ? അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താവും? ചേഞ്ച് ആവും. ഇവിടെ ഒരു മാഗ്നറ്റിന് പകരം ഒരു സോളിനോയിഡ്, നമുക്കറിയാം ഒരു സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ബാർ മാഗ്നറ്റായിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രൂവ് ചെയ്ത സാധനമാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു സോളിനോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അവിടെ മാഗ്നറ്റിന് മാറ്റി ഇവിടെ എന്ത് വെച്ചു? സോളിനോയിഡ് വെച്ചു. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും മാത്രമേ എന്തുണ്ടായുള്ളൂ? ഗാൽവനോമീറ്റർ കോയിൽ ഡിഫ്ലക്റ്റ് ചെയ്തുള്ളൂ. സ്വിച്ച് ഓണാക്കി തന്നെ വെച്ചിരിക്കുകയാണ്, ഒരു മാറ്റം ഉണ്ടാകത്തില്ല.
സ്വിച്ച് ഓഫാക്കി തന്നെ വെച്ചിരിക്കുകയാണ്, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പിന്നെ എപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്? സ്വിച്ച് ഓണാക്കുന്ന ആ ഇൻസ്റ്റൻറ്റിലും സ്വിച്ച് ഓഫാക്കുന്ന ആ ഇൻസ്റ്റൻറ്റിലും. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ഓണാക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 0-ൽ നിന്നും എങ്ങോട്ട് പോകും? ഒരു മാക്സിമം വാല്യൂയിലോട്ട് പോകും അല്ലേ? ഇവിടെ സ്വിച്ച് ഓണാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സോളിനോയിഡിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0-ൽ നിന്നും മാക്സിമത്തിലോട്ട് പോകും. നമുക്കറിയാം ഒരു സോളിനോയിഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B = μ0 n/I ആണ് അല്ലേ? അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് ആദ്യം 0 കറണ്ട് 0-ൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകും. അപ്പോൾ കറണ്ടിന് മാറ്റം ഉണ്ടായി. കറണ്ടിന് മാറ്റം ഉണ്ടായാൽ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റം ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റം ഉണ്ടായാൽ ആർക്ക് മാറ്റം ഉണ്ടാവും? ഫ്ലെക്സിന് മാറ്റം ഉണ്ടാവും. ഫ്ലെക്സിന് മാറ്റം ഉണ്ടായാൽ ആരുണ്ടാവും? EMF ഉണ്ടാവും. കാര്യം മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും മാത്രം. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഒരു മാക്സിമം വാല്യൂയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം വാല്യൂയിൽ എങ്ങോട്ട് പോകും? സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ 0-ലോട്ട് പോകും. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു ചേഞ്ച് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടോ? ഉറപ്പായിട്ടും ആർക്കും ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലെക്സിനും ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലെക്സ് ചേഞ്ച് ആയോ എന്തുണ്ടാവും? ഫാരഡേ ലോ എന്താ പറയുന്നത്? അവിടെ EMF ഉണ്ടാവും. അവിടെ എന്തുണ്ടായി? EMF ഉണ്ടായി. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിന് വേരിയേഷൻ ഉണ്ടോ? കണ്ണും പൂട്ടി പറഞ്ഞ് അവിടെ EMF ഉണ്ടാവും. ആ വേരിയേഷൻ എങ്ങനെയൊക്കെ വരുത്തിക്കാവോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുത്തിക്കാം. മനസ്സിലായോ? ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിന് വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഫാരഡേ ലോ ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഉണ്ടാകുന്ന EMFന് പുള്ളിക്കാരൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫാരഡേ ലോ സെറ്റാണ്. പിന്നെ അതിൻ്റെ വാല്യൂ പിടിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷനൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ കൊള്ളാം. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ BA cos θ മാഗ്നറ്റിക്. ഓക്കെ, ഇനി അടുത്തത് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സെക്കൻഡ് ലോ. ഫാരഡേയുടെ സെക്കൻഡ് ലോ ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഫാരഡേ ഈ മാഗ്നറ്റിനെ വളരെ സ്പീഡിൽ അകത്തോട്ടും പുറത്തോട്ടും കൊണ്ടുവന്നു. ആദ്യം വളരെ സാവകാശം കൊണ്ടുവന്നു, പിന്നെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി, പിന്നെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി, പിന്നെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി, അങ്ങനെ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് പുള്ളിക്കാരന് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനിലോട്ട് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഇവിടം വരെ ഡിഫ്ലക്റ്റ് ചെയ്തുള്ളെങ്കിൽ സ്പീഡ് കൂട്ടിയപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. കുറച്ചുകൂടെ സ്പീഡ് കൂടിയപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. ഡിഫ്ലക്ഷൻ കൂടുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ കറണ്ട് കൂടി, അല്ലെങ്കിൽ അവിടെ EMF എന്ത് ചെയ്തു? കൂടുതൽ വന്നു. അപ്പോൾ എപ്പോഴാണ് ഗാൽവനോമീറ്റർ നന്നായിട്ട് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? കൂടുതൽ EMF അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ആര്? ഗാൽവനോമീറ്റർ. അപ്പോൾ സ്പീഡിൽ ഈ മാഗ്നറ്റിനെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ആ ഫ്ലെക്സിൻ്റെ വേരിയേഷൻ കൂടുതലായി. മനസ്സിലായോ? അവിടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫ്ലെക്സ് വേരി ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് എന്ത് ചെയ്തു? ഫ്ലെക്സിന് വേരിയേഷൻ ഉണ്ടായി. അപ്പോൾ ഫ്ലെക്സിൻ്റെ വേരിയേഷൻ എത്രയും കൂടുന്നോ അത്രയും EMF കൂടുതലുണ്ടാവും. ഒരു ഉദാഹരണത്തിന് പുള്ളിക്കാരൻ ആദ്യമേ ഈ മാഗ്നറ്റിനെ വളരെ സാവകാശമല്ലേ നീക്കിയത്. അപ്പോൾ ഞാൻ പറയാണ് അവിടെ ഉണ്ടായ ഫ്ലെക്സിൻ്റെ വേരിയേഷൻ ഒരു 10 വെബറാണ്. വെബർ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. റബ്ബർ ബാൻഡ് അല്ല, WB വെബർ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ്. ചുമ്മാ എഴുതി വെച്ച് യൂണിറ്റൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം മൂവ് ചെയ്യിച്ചപ്പോൾ ഒരു സെക്കൻഡിൽ 10 വെബർ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ വേരിയേഷൻ ഉണ്ടായി. മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ചേഞ്ച് ആണ് 10 വെബർ. എന്തോ? മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ആണ് വെബർ, WB അങ്ങനെ എഴുതിയാൽ മതി. മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ആണ് വെബർ.
ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം 1 സെക്കൻഡ് കൊണ്ട് 10 വെബർ അല്ലെങ്കിൽ 10 മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. 1 സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നല്ല സ്പീഡിലാണ് മൂവ് ചെയ്യിച്ചത്. രണ്ടാമത്തെ കേസിൽ അതേ ഒരു സെക്കൻഡിൽ ഞാനിപ്പോൾ എടുക്കുവാണ്, ഒരു 20 വെബർ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായി. ആദ്യം ഫ്ലെക്സിൻ്റെ ചേഞ്ച് 10 ഇപ്പോൾ ഫ്ലെക്സിൻ്റെ ചേഞ്ച് എത്രയാണ്? 20. ആദ്യം 1 സെക്കൻഡിൽ 10 ഇപ്പോൾ 1 സെക്കൻഡിൽ എത്രയായി? 20. എങ്കിൽ നിങ്ങൾ തന്നെ പറ, എവിടെയായിരിക്കും കൂടുതൽ EMF ഉണ്ടാകുന്നത്? കാരണം EMF ഉണ്ടാകാൻ കാരണം ഫ്ലെക്സിൻ്റെ വേരിയേഷനാണ്. മാഗ്നറ്റിക് ഫ്ലെക്സ് വേരി ചെയ്യുമ്പോഴേ EMF ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയായിരിക്കും കൂടുതൽ EMF ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കേസിലോ രണ്ടാമത്തെ കേസിലോ? ഏതിലായിരിക്കും? രണ്ടാമത്തെ കേസിലായിരിക്കും. അതായത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ഫ്ലെക്സ് ഉണ്ടായി. മനസ്സിലായോ? കുറഞ്ഞ സമയത്ത് കൂടുതൽ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ നല്ല സ്പീഡിൽ മൂവ് ചെയ്യിച്ചത്. നല്ല സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കുറഞ്ഞ ടൈമിൽ കൂടുതൽ എന്തുണ്ടാവും? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവും. കാര്യം മനസ്സിലായോ? അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനായിരിക്കും? മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റ് അല്ലേ? നമ്മളിവിടെ ടൈം വെച്ചാണ് പറയുന്നത്, ചേഞ്ച് എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താ പറയേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു ടൈം റേറ്റാണ് പറയേണ്ടത്. ഒരു യൂണിറ്റ് ടൈമിലുണ്ടായ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ചേഞ്ച്, അതിനാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു സംഗതി നടക്കുന്നതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വെലോസിറ്റി പറഞ്ഞു. എന്താ വെലോസിറ്റി പറഞ്ഞത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? 1 സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അതായത് 1 സെക്കൻഡിലുണ്ടായ വെലോസിറ്റിയുടെ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ. ഫിസിക്സിൽ എപ്പോഴും ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്, ടൈം ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. നമ്മൾ എല്ലാത്തിനെയും എന്തിനെ റെസ്പെക്റ്റ് ചെയ്താൽ പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇവിടെ എന്താണ്? ഒരു യൂണിറ്റ് ടൈമിലുണ്ടായ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ചേഞ്ച്. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ നന്നായിട്ട് മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായോ? അവിടെ കൂടുതൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. ആദ്യം ഒരു യൂണിറ്റ് ടൈമിൽ 10 അടുത്ത കേസിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രയായി? 20. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ 10 ആകുന്നതിനേക്കാൾ കൂടുതൽ EMF ഉണ്ടാകും ഒരു യൂണിറ്റ് ടൈമിൽ 20 ഉണ്ടായാൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E ആണെങ്കിൽ ഈ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, ഇൻഡ്യൂസ് വെച്ചാൽ എന്താ? ഉണ്ടാകുന്ന, ഇപ്പോൾ ഉണ്ടായ EMF, അതാണ് E എങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദാറ്റ് EMF ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? എന്തിന് നേർ ആനുപാതികമായിരിക്കും? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇങ്ങനെ പറയരുത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. EMF ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നല്ല പറയേണ്ടത്. പിന്നെന്താണ്? റേറ്റാണ് പറയേണ്ടത്. ഒരു യൂണിറ്റ് ടൈമിലുണ്ടായ ഫ്ലെക്സിൻ്റെ ചേഞ്ചാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇവിടെ 2 സെക്കൻഡ് കൊണ്ടാണ് 20 ചേഞ്ച് ഉണ്ടായത്. ഇവിടെ 1 സെക്കൻഡാണ് 10 ചേഞ്ച് ഉണ്ടായത്. എവിടെയാണ് കൂടുതൽ EMF ഉണ്ടാകുന്നത്? ഇവിടെ 1 സെക്കൻഡിൽ 10, ഇവിടെ 2 സെക്കൻഡിൽ 20. എവിടെയാണ് കൂടുതൽ EMF ഉണ്ടാകുന്നത്? രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫ്ലെക്സിൻ്റെ ചേഞ്ച് അല്ല നമ്മൾ നോക്കേണ്ടത്, പിന്നെ എന്താ നോക്കേണ്ടത്? റേറ്റാണ് നോക്കേണ്ടത്. ഒരു യൂണിറ്റ് ടൈമിലുണ്ടായ ഫ്ലെക്സിൻ്റെ ചേഞ്ചാണ് നോക്കുന്നത്. കാര്യം മനസ്സിലായോ? അതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? ദ EMF, ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അവിടെ ഉണ്ടാകുന്ന EMF എന്തിന് നേരാനുപാതികമായിരിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റ്, നിരക്ക്, മലയാളത്തിൽ പറഞ്ഞാൽ നിരക്കിന് നേരാനുപാതികമായിരിക്കും. അതായത് ഒരു യൂണിറ്റ് ടൈമിലുണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിന് നേർ ആനുപാതികമായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF. The induced EMF is directly proportional to rate of change of magnetic flux.
ഓർക്കുക, ഏതെങ്കിലും ഒരു സംഗതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്താണ്? റേറ്റാണ്. എന്തിൻ്റെ റേറ്റാണ്? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റാണ്. കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടോ കൂടുതൽ EMF ഉണ്ടാവും. കാര്യം മനസ്സിലായോ? പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ അദ്ദേഹം ചെയ്ത പരിപാടി എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ടങ്ങ് മൾട്ടിപ്പിൾ ചെയ്തു, d5/dt. ആ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം, 1. നമ്മുടെ ഫോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ ന്യൂട്ടൺ ചെയ്ത അതേ പരിപാടി, അതിനെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോൺസ്റ്റന്റ് പുള്ളിക്കാരൻ എന്തായിട്ട് വിളിച്ചു? 1 ആയിട്ടങ്ങ് വിളിച്ചു. ഓക്കെ, 1. ദെൻ E ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? d5/dt. EMF ഇൻഡിക്കേഷൻ ഉണ്ട്. ഒരു കാര്യം കൂടെ, ഇതിനകത്ത് n നമ്പർ ഓഫ് ടേൺ ഉണ്ടെങ്കിലോ എന്ത് വരും? E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d5/dt. n നമ്പർ ഓഫ് ടേൺ ഉണ്ടെങ്കിൽ, if there are n number of turns, E is equal to n into d5/dt. പിന്നെ ഒരു കാര്യമേ, ഒരു ചിന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചേ. ചിലവർ മാഗ്നറ്റിക് ഫ്ലക്സിനകത്ത് എന്നിട്ടുണ്ട്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനകത്ത് എന്നിട്ട് കൊടുക്കും. ഇത് ഒരു കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ്, ഇത് n കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് NBA cosθ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ BA cosθ എന്ന് വിളിച്ചിട്ടുള്ളൂ. ചില ആൾക്കാർ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സിനകത്ത് NBA cosθ എന്നിട്ട് കൊടുക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഓർക്കുക, ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, തെറ്റിപ്പോവും. എന്തിട്ട് കൊടുക്കണം? ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മളിവിടെ എന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇടാൻ പാടില്ല, ഈ ഇക്വേഷൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് ഓർത്താൽ മതി. ഇതിട്ട് കൊടുത്താൽ n² ആവും. അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ n എടുത്തിട്ടുണ്ടെങ്കിൽ, EMFനകത്ത് n എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിനകത്ത് n എടുക്കരുത്, അത്രേ പറഞ്ഞോളൂ ഞാൻ. നിങ്ങൾ EMFനകത്ത് n എടുത്തിട്ടില്ലാണ്ട് ഈ ഇക്വേഷൻ ആണെങ്കിൽ അതുകൊണ്ട് ഇതിട്ട് കൊടുക്കണം, ഫ്ലെക്സിന് ഇതിട്ട് കൊടുക്കാം. അതൊന്നും ഓർത്തേക്കണം. ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ NBA cosθ ആയിരിക്കും. അങ്ങനെയാണിത്. നിങ്ങളിവിടെ n ഇടാൻ പാടില്ല. ഓക്കെ, ഫാരഡേ ലോ മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം ഒന്നുമില്ലല്ലോ, 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? whenever a magnetic flux linked with a coil changes. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചേഞ്ചസ്. വേണമെങ്കിൽ അടിവരയിട്ട് വെച്ചു, ചേഞ്ചസ്. കാരണം എന്താ? ആ ചേഞ്ച് ഉണ്ടെങ്കിൽ EMF ഉണ്ടാകത്തുള്ളൂ. ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അവിടുന്ന് ഇക്വേഷൻ ഉണ്ടാക്കി E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d5/dt. അടുത്ത ആളാണ് ലെൻസസ്. LENZ'. ലെൻസസ് ലോ. ലെൻസ് LENZ'. ലെൻസസ് ലോ. അതിൻ്റെ ബ്രാക്കറ്റിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും കൂടെ എഴുതി വെച്ചോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും എഴുതി വെച്ചോളുക. പിന്നെ ഒരെണ്ണം കൂടെ എഴുതിക്കൊള്ളുക, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, എന്താണ് ലെൻസസ് ലോ പറയുന്നത്? മക്കളെ ശ്രദ്ധിക്കുക. ഫാരഡേ ഇവിടെ ഉണ്ടാകുന്ന EMFൻ്റെ ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ലെൻസസ് ആണ് അവിടെ ഉണ്ടാകുന്ന EMFന് ഒരു ഡയറക്ഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന് ഒരു ഡയറക്ഷൻ പറയാൻ സഹായിച്ചത്. നമ്മളെ സഹായിച്ചത് ആരാണ്? നമ്മുടെ ലെൻസസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞത്, ഫാരഡേ പറഞ്ഞത് എന്താണ്? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ EMF ഉണ്ടാകും. പറഞ്ഞു നിർത്തി, ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കി വെച്ചു. ലെൻസസ് അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്തിട്ട് ലെൻസസ് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അവിടെ EMF ഒക്കെ ഉണ്ടാവും, സമ്മതിച്ചു. അവിടെ ഉണ്ടാകുന്ന EMF, അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന EMF എപ്പോഴും എന്തിനാണ് ശ്രമിക്കുന്നതെന്നറിയാവോ? എപ്പോഴും അത് ശ്രമിക്കുന്നത് ആ EMFന് ഉണ്ടാക്കിയത് ആരാണോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു EMF
ഉണ്ടാകാൻ കാരണക്കാരൻ ആരാണോ ആ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യും. ഉദാഹരണത്തിന് മാഗ്നറ്റിനെ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ EMF ഉണ്ടായെങ്കിൽ ഈ ഉണ്ടാകുന്ന EMF എന്തിനു ശ്രമിക്കും? വാടാന്ന് പറഞ്ഞ് അടുത്തോട്ട് വിളിക്കുമോ? കാരണം ഇവിടെ ഇപ്പോൾ ഈ കോയിലിനകത്ത് EMF ഉണ്ടാകാൻ കാരണം ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴാണ് അവിടെ EMF ഉണ്ടായെങ്കിൽ അവിടെ ഉണ്ടായ EMF എന്തിനു ശ്രമിക്കും? അതിനെ ഒപ്പോസ് ചെയ്യും. ഞാൻ മാഗ്നറ്റ് ഇപ്പോൾ അതൊരു ഇതൊരു സോളിനോയിഡാണ്, ഇതൊരു മാഗ്നറ്റാണ്. ഇതൊരു സോളിനോയിഡ്, ഇതൊരു മാഗ്നറ്റാണ്. ഞാൻ ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഈ സോളിനോയിഡിൽ EMF ഉണ്ടായെങ്കിൽ ഈ ഉണ്ടായ EMF എന്തിനാണ് ശ്രമിക്കുന്നത്? ഇവനെ തിരിച്ചങ്ങോട്ട് തള്ളാൻ ശ്രമിക്കും. ശ്രദ്ധിച്ചേ, ഞാൻ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ ഒരു EMF ഉണ്ടായത്. ഈ ഉണ്ടായ EMF, ഈ സോളിനോയിഡിനകത്ത് ഉണ്ടായ EMF എന്തിനാണ് ശ്രമിക്കുന്നത്? ഉണ്ടാക്കാൻ കാരണക്കാരനെ. EMF ഉണ്ടാകാൻ കാരണക്കാരൻ ആരാണോ, ഏതവനാണെങ്കിലും അവൻ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റ് അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ ഉണ്ടായ EMFന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇപ്പം ഞാൻ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, തിരിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാൻ നേരത്താണ് അവിടെ EMF ഉണ്ടാകുന്നതെങ്കിലോ ഉണ്ടായ EMF എന്തിനു ശ്രമിക്കും? ഇവനെ അകത്തോട്ട് വലിക്കാൻ ശ്രമിക്കും. അതായത് ലെൻസസ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അവിടെ ഉണ്ടാകുന്ന EMF, എവിടെ ഉണ്ടാകുന്ന EMF ആണ്? നമ്മുടെ ഈ കോയിലിൽ ഉണ്ടാകുന്ന EMF എപ്പോഴും എന്തിനാണ് ശ്രമിക്കുന്നത്? ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും? ആ EMFനെ ഉണ്ടാക്കിയതാരാണോ ഉണ്ടാക്കിയവനെ ഒപ്പോസ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ നാടൻ ഭാഷയിൽ അതിന് വേറെ പല പേരൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ എന്താണ് ലെൻസസ് പറഞ്ഞ എന്താണ്? ഉണ്ടാക്കിയവൻ ആരാണോ ആ ഉണ്ടാക്കിയവനെ തള്ളിപ്പറയും. അതാണ് പരിപാടി. കാര്യം മനസ്സിലായി? ചില ആൾക്കാരൊക്കെ അല്ലേ, ചില പിള്ളേർ അങ്ങനെയൊക്കെയല്ലേ, വീട്ടുകാരെ പറയിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ മനസ്സിലായി? EMF ഉണ്ടാകാൻ കാരണക്കാരൻ ആരാണോ അയാളെ ഒപ്പോസ് ചെയ്യും. ഇപ്പോൾ മാഗ്നറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ ഇവനെ അങ്ങോട്ട് തിരിഞ്ഞു. മാഗ്നറ്റ് അങ്ങോട്ട് പോയപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ അവനെ അടുത്തോട്ട് വലിക്കും. ഇപ്പോൾ കറങ്ങിയപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ ആ കറക്കത്തിന് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതേ പറഞ്ഞോളൂ. ആരാണോ ഉണ്ടാക്കിയവനെ ഒപ്പോസ് ചെയ്യും. കാര്യം മനസ്സിലായോ? അതാണ് ലെൻസസിലോ പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു വളരെ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണെന്നറിയാം ലെൻസസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ദ ഇൻഡ്യൂസ്ഡ് EMF, അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF ആൾവേസ്, എല്ലായ്പ്പോഴും, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എല്ലായ്പ്പോഴും ആൾവേസ് ഒപ്പോസസ് എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. എന്തിനെ ഒപ്പോസ് ചെയ്യും? ദ കോസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ആ EMFനെ ആരാണോ പ്രൊഡ്യൂസ് ചെയ്തത് ആ പ്രൊഡ്യൂസ് ചെയ്തവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ദ ഇൻഡ്യൂസ്ഡ് EMF ആൾവേസ് opposes the cause of production. ഐഡിയ മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഉണ്ടാകാൻ കാരണക്കാരനെ അവൻ ഒപ്പോസ് ചെയ്യും. ആ EMFനെ ഉണ്ടാക്കിയത് ആരാണോ? നീയാണ് എന്നെ ഉണ്ടാക്കി, അന്നേ ഓടാന്ന് പറഞ്ഞ ഒറ്റ അടിയുണ്ട്. കാര്യം മനസ്സിലായോ? ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാനൊരു കോയിലാന്ന് അസ്യൂം ചെയ്യുക. ഞാനൊരു കോയിലാണ്, ഒരു മാഗ്നറ്റ്, ഇതൊരു മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴാണ് എനിക്കൊരു EMF ഉണ്ടായത്. ഞാൻ എന്ത് ചെയ്യും? ഒറ്റ തള്ളു കൊടുക്കുക. കാര്യം മനസ്സിലായോ? അവനെ ഒപ്പോസ് ചെയ്യും. എപ്പോഴും ഞാൻ അവനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ഒരു സോളിനോയിഡിനകത്തോട്ട് ഒരു മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവരാൻ പോവാം. അപ്പോൾ നമുക്കറിയാം ഈ സോളിനോയിഡ് എന്ത് ചെയ്യും? അതിനെ പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കും. അതല്ലേ ലെൻസസിലോ പറയുന്നത്? ഈ സോളിനോയിഡിനകത്തൊരു EMF ഉണ്ടാവും. ഈ EMF അവനെ എങ്ങോട്ട് പുഷ് ചെയ്യും? പുറത്തോട്ട് പുഷ് ചെയ്യും. ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് വേണം ഞാൻ ഇവനെ ഇനി എന്ത് ചെയ്യാൻ? അകത്തോട്ട് കൊണ്ടുപോകാൻ. അതിന് ഞാൻ എന്ത് കൊടുക്കണം? മെക്കാനിക്കൽ എനർജി കൊടുക്കണം. ഞാൻ ഈ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി എന്തിനാണ്? ഈ ഒപ്പോസിഷന് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു മെക്കാനിക്കൽ എനർജി ഇവിടുന്ന് ഒരാൾ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക.
ഞാൻ ഇതിനെ ഓവർകം ചെയ്ത് വേണം ഞാൻ ഇതിനെ അകത്തോട്ട് കൊണ്ടുപോകാൻ. ഞാൻ ഈ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ് എന്ത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലെൻസസ് ലോയുടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടെ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരു സോളിനോയിഡിനകത്തോട്ട് ഞാനൊരു മാഗ്നറ്റിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകും. ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ് ആട്ടോ, വളരെ പെട്ടെന്ന്. ഞാൻ ഈ മാഗ്നറ്റ് ഇവിടെ കൊണ്ടുവരിക, അതിന് ഒപ്പോസ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യും, പിന്നെ ഞാൻ അകത്തോട്ട് ഫോഴ്സ് കൊടുക്കും, ഞാൻ വർക്ക് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇടുക്കി ഡാമിലൊക്കെ ഇരിക്കുന്ന ജനറേറ്ററൊക്കെ ഇല്ലേ, ഈ ജനറേറ്ററിലൊക്കെ കണ്ടിന്യൂസ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ എപ്പോഴും ഒപ്പോസിഷൻ ഉണ്ടാവും. അതിന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? മെക്കാനിക്കൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കണം. ആ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ പേരെന്തായത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പിന്നെ ഒരെണ്ണം കൊണ്ട് എന്താണ്? ഡയറക്ഷൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടാകുന്ന EMF എന്തിനാ ശ്രമിക്കുന്നത്? ആൾവേസ് ഒപ്പോസസ്. ആ ഒപ്പോസിഷൻ കാണിക്കാൻ എന്ത് കൊടുക്കുക? ഒരു നെഗറ്റീവ് കൊടുക്കുക. ഒപ്പോസിഷൻ ആണെന്ന് കാണിക്കാൻ നിങ്ങൾ എന്ത് കൊടുക്കുക? ഒരു നെഗറ്റീവ് കൊടുക്കുക. ഇക്വേഷനായി. ദിസ് ഈസ് ലെൻസസ്. ഇതാണ് ലെൻസസ്. E is equal to minus n into d∅dt. എന്തുകൊണ്ട് മൈനസ് വന്നു? അവിടെ ഉണ്ടാകുന്ന EMF എപ്പോഴും എന്താണ്? ഒപ്പോസിങ് നേച്ചറായിരിക്കും. ഒപ്പോസിങ് നേച്ചറാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ചിന്ന കാര്യം കൂടെ, ഒരു സ്മോൾ കാര്യം. ഒരു കോയിലുണ്ടേ, കുറേ ടേൺസ് ഉണ്ട്. ഞാനിപ്പോൾ ഒറ്റ കോയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു നോർത്ത് പോളിനെ ഞാൻ കൊണ്ടുവരിക, ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ലേ? ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഈ സോളിനോഡിനകത്തൂടെ ഇവിടെ ഒരു EMF ഉണ്ടാവും. ഈ EMFൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? നോർത്താണോ അതോ സൗത്ത് ആണോ? പറ, ലെൻസസിൽ വെച്ച് പറയാം. അതായത് ഞാനൊരു മാഗ്നറ്റിനെ, ഇതൊരു കോയിലാണെന്ന് അസ്യൂം ചെയ്യുക. നോർത്താണ്. ഇതൊരു കോയിലാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ടിൻ്റെ ഫലമായിട്ട് ഈ കോയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് നോർത്താണോ സൗത്താണോ? ലെൻസസ് ലോ പ്രകാരം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? നോർത്തായിരിക്കണം ഉണ്ടാകേണ്ടത്. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ട് നോർത്ത് ഉണ്ടായി? ഇവിടെ നോർത്ത് ഉണ്ടായെങ്കിലേ ഈ വരുന്നതിന് ഒപ്പോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലെൻസസ് ലോയുടെ ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ട് ഒപ്പോസിറ്റ് ഉണ്ടാകുന്നത്? കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് മൂലം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഒപ്പോസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രേതമൊന്നുമില്ല കയറി ഒപ്പോസ് ചെയ്യാൻ. ഇവൻ ഉണ്ടാക്കിയ കറണ്ട് മൂലം അവിടെ എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുകയാണ്. ഇതൊരു കോയിലാണ്, നോർത്ത് പോൾ തന്നെയാണ്. ഞാൻ കോയിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ നോർത്താണ് ഉണ്ടാകും, സൗത്താണ് ഉണ്ടാകുന്നത്. ലെൻസസിൽ വെച്ച് പറയാം. അക്കോർഡിംഗ് സൗത്ത്. കാരണം എന്താ? ഈ കോയിലിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോവാണെങ്കിൽ കോയിൽ എന്തിനാ ശ്രമിക്കേണ്ടത്? അവനെ അകത്തോട്ട് കൊണ്ടുവരണം. അവിടെ ഉണ്ടാക്കാൻ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യണം. ഈ ചെയ്യാൻ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്ത് ആരെയാണ് ഇവിടെ? ഈ മാഗ്നറ്റ് പുറത്തോട്ട് പോയപ്പോഴാണ് EMF പ്രൊഡ്യൂസ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത EMFനെ ഒപ്പോസ് ചെയ്യണം.
അപ്പോൾ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യണം? അകത്തോട്ട് പിടിച്ച് വലിക്കണം. അകത്തോട്ട് പിടിച്ച് വലിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പൊളാരിറ്റി വരണം? സൗത്ത് വരണം. അപ്പോൾ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ, നോർത്ത് ആണെങ്കിൽ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും. ഇനി പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു സൗത്ത് പോൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കാര്യം മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഇനി 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 ചോദിക്കും. അതെ 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 അവിടെ ഇതുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങ് ഷൂന്ന് പറഞ്ഞ് കയറിപ്പോയാൽ. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലോഡ് വെച്ചാൽ, ഒരു ബാറ്ററിയോ ഒരു റെസ്റ്ററോ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ പതിയെ പോകത്തുള്ളത്. അത് നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടർ അറിയാവും നിങ്ങൾക്ക്. ഈ ഡി സി മോട്ടർ അറിയാവും. നമ്മൾ വണ്ടിക്കകത്ത് കാറിനകത്തൊക്കെ ഇരിക്കുന്ന ചെറിയ കളിപ്പാട്ടത്തിനകത്തിരിക്കുന്ന ആ ഡി സി മോട്ടർ എടുത്ത് നിങ്ങൾ കറക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നൈസായിട്ട് കറക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ? അതിനകത്ത് ഒരു ബൾബോ ഒരു LED ബൾബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഡ് കണക്ട് ചെയ്യുക, ഒരു റെസിസ്റ്ററോ LED ബൾബോ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെട്ട് വേണം കറക്കാൻ. കാരണം എന്താ? ഇതേ സെയിം തന്നെ അവിടെ ഒപ്പോസിഷൻ ഉണ്ടായി കറണ്ട് ഫ്ലോ ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആ DC മോട്ടറിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് കറക്കാൻ ശ്രമിച്ച് നോക്കിയാൽ മതി. കറക്കാൻ പ്രയാസമായിരിക്കും. എന്താ സംഭവം? ഒപ്പോസിഷനാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് വേണം പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ? കറക്കാൻ വേണ്ടി. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. എങ്കിൽ നിങ്ങൾ പറയും ഇവിടുത്തെ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഇപ്പോൾ താഴോട്ട് വന്നപ്പോൾ നോർത്ത് പോളാണ് വന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പറയാമോ? കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇവിടെ നോർത്ത് പോൾ വന്നാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട്? നോർത്ത് പോൾ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിച്ചതാണ് അല്ലേ? ഒരു സർക്കുലർ കോയിൽ എടുത്തു. ഇതൊരു സർക്കുലർ കോയിൽ എടുത്തു. ഒരു സർക്കുലർ കോയിൽ. ഈ സർക്കുലർ കോയിലിനകത്തൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കറണ്ട് ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ തേർഡ് ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷൻ, തമ്പ് എന്തിൻ്റെ ഡയറക്ഷനാണ്? മാഗ്നറ്റിക് ഫീൽഡ്. പുറത്തോട്ടാണെങ്കിൽ എന്തായിരിക്കും സാധനം? നോർത്തായിരിക്കും. തിരിച്ചു പറഞ്ഞേ ഇവിടെ നോർത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷനായിരിക്കും. തിരിച്ചു പറ. ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന സാധനം എന്താണ്? നോർത്താണെങ്കിൽ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അത് സിമ്പിളാണ് കേട്ടോ, അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഓക്കെ, ഈ കോയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? കോയിൽ നോർത്താണോ സൗത്താണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കോയിൽ നോർത്താണോ സൗത്താണോ ഉണ്ടാകണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തറിയണം? ലെൻസസിലും അറിയണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ മാഗ്നറ്റിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കോയില് എന്തിന് ശ്രമിക്കണം? അതിനെ ഒപ്പോസ് ചെയ്യണം, പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കണം. അപ്പോൾ ഈ കോയിൽ പുറത്തോട്ട് തള്ളണമെന്നുണ്ടെങ്കിൽ ഈ കോയിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്? ഒരു മാഗ്നറ്റിക് നോർത്തായിട്ട് എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോർത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും കറണ്ട് എങ്ങനെയായിരിക്കും? ഏത് ഡയറക്ഷനായിരിക്കും? ഈ ഒരു ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷൻ. കാര്യം മനസ്സിലായോ? നോക്കി, ഈ ഒരു ഡയറക്ഷൻ വന്നെങ്കിൽ മാത്രമേ ഇത് നോർത്താകൂ. ഇനി ഇതൊന്നും വേണ്ട. നോർത്താണോ നിങ്ങൾ അടുത്തോട്ട് കൊണ്ടുവരുന്നത്? അങ്ങ് വരക്കുക. അണ്ട് ഈ രണ്ട് വശത്തും രണ്ട് ആരോട്ട് വെക്കുക. എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അത് തന്നെയല്ലേ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ സംഭവത്തിനോട്? ഇനി ഇവിടെയോ? ഇവിടെ സൗത്താണ് ഉണ്ടാകുന്നത്. നോർത്താണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതേ ഡയറക്ഷനായിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതും സിമ്പിളാണ്. കോയിൽ സൗത്താണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എസ് വരച്ച് വെക്കുക. എന്നിട്ട് എസ്സിൻ്റെ ഈ രണ്ടറ്റത്ത് വരയിട്ട് വെക്കുക. കണ്ടോ? ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്താണ്? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കോയിലുണ്ട്. ഒന്നും കൂടെ നോക്കിക്കേ, ഒന്നും കൂടെ പറഞ്ഞുതരാം. മനസ്സിലാക്കാത്തവർക്ക് ഒന്നും പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു കോയിലുണ്ട്. ഈ കോയിലിൻ്റെ അടുത്തോട്ട് ഞാനൊരു മാഗ്നറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഇതൊരു മാഗ്നറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗം നോർത്താണ്. ഈ ക്യാപ്പ് സൗത്താണെന്ന് അസ്യൂം ചെയ്യുക. നോർത്ത്. ഞാൻ ഇതിൻ്റെ അടുത്തോട്ട്, ഈ ഒരു കോയിലിൻ്റെ അകത്തോട്ട് നോർത്തിനെ കൊണ്ടുവരുവാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നോർത്തിനെ കൊണ്ടുവരുമ്പോൾ ലെൻസസിലോ പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന EMF അതിനെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ ഈ കൊണ്ടുവരുന്ന നോർത്താ. ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരണം?
നോർത്ത് പറഞ്ഞു അല്ലേ? എങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഈ ഡയറക്ഷൻ എന്നെ വരച്ച് വെച്ചാൽ മതി. അകത്തോട്ടാണെങ്കിൽ മാഗ്നറ്റിനെ അകത്തോട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ തിരിച്ച് നോർത്ത് തന്നെയാണ്, പക്ഷേ മാഗ്നറ്റിന് ഒരു കോയിലുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? അകത്ത് നിന്നും, ഇത് നോർത്ത് പോളാണ് അകത്തിരിക്കുന്നത്, അകത്ത് നിന്നും ഞാൻ പുറത്തോട്ടാണ് കൊണ്ടുവരുന്നത്. അകത്ത് നിന്ന് ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? പുറത്തോട്ടാണ് കൊണ്ടുവരുന്നത്. ലെൻസസ് ലോ പ്രകാരം എന്തിന് ശ്രമിക്കും? അകത്തോട്ട് പിടിച്ച് വലിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് നോർത്താണ് എങ്കിൽ ഇതിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കണം? സൗത്ത് ആയിരിക്കണം. അപ്പോൾ കറണ്ട് എങ്ങനെയാണ്? സിമ്പിളാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലെൻസസ് ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും ലെൻസസ് ലോ വെച്ച്. അതുകൊണ്ടാണ് ആ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ലെൻസസ് ലോ നമുക്ക് എന്ത് തരുന്നുണ്ട്? കറണ്ടിൻ്റെ ഡയറക്ഷനും തരുന്നുണ്ട്, അല്ലെങ്കിൽ EMFന് ഡയറക്ഷനും തരുന്നുണ്ട്. അപ്പോൾ എന്താ ലെൻസസ് ലോ? ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ലെൻസസ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താ ലെൻസസ് ലോ പറയുന്നത്? ലെൻസസ് ലോ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF എന്തിനാ ശ്രമിക്കുന്നത്? ദ ഇൻഡ്യൂസ്ഡ് EMF ആൾവേസ് ഒപ്പോസസ് കോസ് ഓഫ് പ്രൊഡക്ഷൻ. ഉണ്ടാക്കാൻ കാരണക്കാരനെ ഒപ്പോസിറ്റ്. അങ്ങനെ പഠിച്ചാൽ മതി. ഉണ്ടാക്കിയവന് ഒപ്പോസിറ്റ്, തള്ളിപ്പറയും. മനസ്സിലായോ? മാഗ്നറ്റ് അകത്തോട്ട് പോയപ്പോഴാണ് അവിടെ EMF ഉണ്ടായെങ്കിൽ ആ ഉണ്ടായ EMF മാഗ്നറ്റ് എന്ത് ചെയ്യും? പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കും. മാഗ്നറ്റിനെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ അവിടെ ഉണ്ടായ EMF മാഗ്നറ്റിനെ അകത്തോട്ട് തള്ളാൻ ശ്രമിക്കും. അതാണ് അവിടുത്തെ ഐഡിയ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതേ എക്സാമ്പിൾ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഒരു കോയിലുണ്ട് എൻ്റെ കയ്യിൽ, ഒരു കോയിൽ. ഓക്കെ, ഈ കോയിലിനകത്തോട്ട് ഞാൻ സൗത്താണ് കൊണ്ടുവരുന്നത്. നേരത്തെ നോർത്താണ് കൊണ്ടുവരും, ഇപ്പോൾ എന്താ കൊണ്ടുവരുന്നത്? സൗത്ത് അകത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ സൗത്ത് ഞാൻ അകത്തോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ലെൻസസ് ലോ പ്രകാരം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? സൗത്ത് തന്നെ. കാരണം അകത്തോട്ട് പോകുമ്പോൾ അവരെ പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കണം. പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കുക ഒപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ സൗത്ത്. കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഈ ഡയറക്ഷൻ. ഓർക്കുക, മാഗ്നറ്റ് സൗത്താണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇതേ സൗത്ത് തന്നെ തിരിച്ചെടുക്കുകയാണെങ്കിലോ? ഇതേ സൗത്ത് തന്നെ ഞാൻ പുറത്തോട്ട് എടുക്കുകയാണെങ്കിലോ? ലെൻസസ് ലോ പ്രകാരം പുറത്തോട്ട് പോകുന്ന സാധനത്തിന് അകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? നോർത്ത് വരും. എന്നെ അങ്ങ് വരച്ചാൽ മതി, എന്നിട്ട് രണ്ട് ആരോ ഇട്ട് വെച്ചാൽ മതി. റെഡി? മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഈ എസ് എന്നൊക്കെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം എന്നറിയാമോ? റൈറ്റ് ഹാൻഡ് തമ്പുറുകളൊക്കെ ഇവിടെ കൂടെ ഉപയോഗിക്കേണ്ടി വരും. അത് കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡ് തമ്പുറുകൾ വെച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, മൂവിങ് ചാർജ് ഓഫ് മാഗ്നറ്റിസം. പക്ഷേ ഈ എന്നും എസിൻ്റെ ആ സിമ്പിൾ ഓർത്തിരുന്നാൽ അതിൻ്റെ കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഒരു ചെറിയ ഡെറിവേഷൻ അതും കൂടെ കഴിഞ്ഞാൽ ക്ലാസ് നിർത്താം. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇടയ്ക്ക് നെറ്റ് പോയതാ കേട്ടോ. ശ്രദ്ധിക്കേ. ഇപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതിയിരിക്കുക എന്താണ്? മോഷണൽ EMF ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല കേട്ടോ. ഒരു റെക്റ്റാങ്കുലാർ ഫ്രെയിം നിങ്ങൾ മുമ്പ് പഠിച്ച് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങളത് പഠിക്കണം കേട്ടോ. കാരണം അതങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. പൂജ നാമുണ്ട്. ജസ്റ്റ് ഒരു കോയിലാണ്. ഇങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ വെച്ചാൽ യെസ്, അതെ, ബോർഡിൻ്റെ അകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. അതായത് ബോർഡിൻ്റെ പുറത്ത് ഒരു നോർത്ത് പോളും ബോർഡിൻ്റെ പുറകിൽ ഒരു സൗത്ത് പോളും. അപ്പോൾ നോർത്ത് ആൻഡ് സൗത്തിലോട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെച്ച് നമ്മൾ ഈ ആമിനെ മൂവ് ചെയ്യിക്കാൻ പോകണം. ഓക്കെ, ഈ ആമിൻ്റെ ലെങ്ത് L എന്ന് വിളിക്കാം. ആമിൻ്റെ ലെങ്ത് എന്താണ്? L ആണ്. നമ്മൾ ഈ ആമിനെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യിക്കാൻ പോകാം. ഈ ആമിനകത്ത് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഗാൽവനോമീറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ. ഓക്കെ, ഇത് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താൽ ഇത് മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ പറയും എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? ഇത് മൂവ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ലേ? നിങ്ങൾക്ക് വല്ല സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കാണോ?
കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ആ, ഇത് മൂവ് ചെയ്യിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്, ആണോ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? പിന്നെന്തിനാണ് മൂവ് ചെയ്യിക്കുന്നത്? പിന്നെന്തിനാണ് പഠിക്കുന്നത്? ഇവിടെ സംഭവിക്കും. ഇത് മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ആവും. കാരണം എന്താ? എടാ, ഇവനെ എവിടെയിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലല്ലേ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാകത്തില്ലേ? മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടായാൽ അവിടെ EMF ഉണ്ടാകത്തില്ലേ? നമ്മൾ പഠിച്ചതല്ലേ? അതല്ലേ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഈ സാമാനം എവിടെയിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എന്തിന് വേരിയേഷൻ ഉണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സിനും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ആ EMFനെ വിളിക്കുന്ന പേരാണ് മോഷണൽ EMF. ആ ആമിൻ്റെ മോഷൻ മൂലം കിട്ടിയ EMF ആണ്. അതുകൊണ്ട് അതിന് എന്ത് പേര് വിളിച്ചത്? മോഷണൽ EMF എന്ന് പേര് വിളിച്ചത്. നോക്കാം, മോഷണൽ EMF എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എന്താണ് നമ്മുടെ മോഷണൽ EMF എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ EMF ഉണ്ടാവുമെന്ന് ഉറപ്പായി. ഇനി നമുക്കറിയാം EMF ഇൻഡിക്കേഷൻ എന്താണ്. നമുക്കറിയാവുന്ന EMF ഇൻഡിക്കേഷൻ പറ. എന്താണ് EMF ഇൻഡിക്കേഷൻ? നമുക്കറിയാം ഇൻഡിക്കേഷൻ എന്താ EMFൻ്റെ? d∅dt. ഇവിടെ എന്നൊന്നും വേണ്ട. കാരണം എന്താ? ഒരൊറ്റ കോയിലേ ഉള്ളൂ കേട്ടോ, ഒരൊറ്റ കോയിലേ ഉള്ളൂ. അപ്പോൾ d∅dt, d∅ എന്താണ്? dt. ഓക്കെ, ഇനി ഫ്ലെക്സ് ഇൻഡിക്കേഷൻ അറിയാലോ. എന്താ ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്? ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് BA cos θ. സംശയമുണ്ടോ? BA cos θ നമ്മൾ ആദ്യം എഴുതിയതാണ്. BA cos θ. ഓക്കെ, ശ്രദ്ധിക്കുക. B എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. A എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ ഏരിയ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ. മാഗ്നറ്റിക് ഫീൽഡും ഏരിയയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഏരിയ വെക്ടർ നമുക്ക് തൽക്കാലം പുറത്തോട്ട് എടുക്കാം. ഇതല്ലേ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നോർമലാണ്. അല്ല, നിങ്ങൾക്ക് അകത്തോട്ട് തന്നെ എടുത്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏരിയ വെക്ടറിനെ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഏരിയ വെക്ടറിനെ പുറത്തോട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, പുറത്തോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏരിയ വെക്ടർ എങ്ങോട്ടേക്കാണ്? പുറത്തോട്ടാണ്. എന്ത് ഏരിയ വെക്ടർ? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എങ്ങോട്ടേക്കാണ്? അകത്തോട്ടാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, ഏരിയ വെക്ടർ പുറത്തോട്ട്. ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. 0 എടുത്താലും കുഴപ്പമില്ല, ഒരു മൈനസ് അധികം വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക് അവിടെ? θ = 180. അപ്പോൾ ഫൈ ഇക്വേഷൻ എന്ത് കിട്ടി? -BA എന്ന് കിട്ടി. ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്ക്. അപ്പോൾ എന്ത് കിട്ടും? E = d/dt of B × A. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ മൈനസ്. ഇവിടുത്തെ മൈനസ് എന്തേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എന്നോട് വെട്ടിക്കളഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. EMF ഉണ്ടാവണമെങ്കിൽ എന്ത് മാറണം? ഫ്ലെക്സ് മാറണം. മാറണ്ടേ? ഫ്ലെക്സ് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ B മാറണം. ഇവിടെ B മാറുന്നുണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണ്. പിന്നെ തീറ്റ മാറുന്നുണ്ടോ? തീറ്റ 180 എപ്പോഴും 180 തന്നെ ആയിരിക്കും. പിന്നെ ഒരാളും കൊണ്ട് ആരാ ഉള്ളത്? ഏരിയ മാറുന്നില്ലേ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഏരിയ കുറയുന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഏരിയ എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാര്യം മനസ്സിലായോ? സത്യം പറഞ്ഞാൽ അവിടെ ഫ്ലെക്സിനാണ് വേരിയേഷൻ. എന്ത് ഫ്ലെക്സിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണ് മാറുന്നത്? ഏരിയയാണ് മാറുന്നത്. ആ ആമ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ ആ കോയിലിൻ്റെ ഏരിയയ്ക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? EMF ഉണ്ടായത്. കാര്യം മനസ്സിലായോ? ഫ്ലെക്സ് എങ്ങനെ മാറിയാലും കുഴപ്പമില്ല. B മാറാം, A മാറാം, തീറ്റ മാറാം. നമ്മൾ ഓൾറെഡി B മാറുന്ന കേസ് പഠിച്ചു കഴിഞ്ഞു. ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റിനകത്ത് B മാറുന്ന കേസ് പഠിച്ചു കഴിഞ്ഞു.
ഇപ്പോൾ ആര് മാറി? എ മാറി. കുറച്ച് കഴിയുമ്പോൾ അവസാനം നമ്മൾ തീറ്റ മാറുന്ന കേസും പഠിക്കും. 3 കേസ് നമ്മൾ പഠിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആരാ മാറുന്നത്? ഏരിയയാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ d/dt ഓഫ് ബി, അതുപോലെ തന്നെ ബീനെ വേണേൽ പുറത്തെടുക്കാം. ഏരിയ എ. ഇനി ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? പക്ഷേ നമുക്കറിയാം ഇവിടെ ബ്രെഡ്ത്ത് കോൺസ്റ്റൻ്റ് ആണോ? പറ. ലെങ്ത് കോൺസ്റ്റൻ്റാ. പക്ഷെ ബ്രെഡ്ത്ത് കോൺസ്റ്റൻ്റ് ആണോ? അല്ല. അവിടെ ബ്രെഡ്ത്തിന് എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. എന്തുകൊണ്ട് എക്സ് എന്ന് വിളിച്ചത്? ബി എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. എന്തുകൊണ്ട് എക്സ് എന്ന് വിളിച്ചത്? കാരണം ആ സാധനം മാറുന്നുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എക്സ് കുറയും, ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അവിടെ എന്തിന് മാറ്റമുണ്ട്? എക്സിന് മാറ്റമുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കൊടുക്കാം? E ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു d/dt ഓഫ് ഏരിയയ്ക്ക് പകരം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ ഇൻറ്റു എക്സ്. എല്ല് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലിനെയും പുറത്തെടുത്തു. ബി എല്. പിന്നെ എന്താണ്? dx/dt. കണ്ടോ? ഫാരഡെ ലോ പറഞ്ഞ എന്താണ്? EMF ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് മാറണം? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകണം. ഇവിടെ എങ്ങനെ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടായി? ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടായി. ഏരിയയ്ക്ക് എങ്ങനെ ചേഞ്ച് ഉണ്ടായി? ലെങ്ത് മാറിയപ്പോൾ ഏരിയ ചേഞ്ച് ആയി. ഈ സാധനം കാര്യം മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ മാറ്റം കൊണ്ടാണ് എന്തുണ്ടായത്? EMF ഉണ്ടായത്. അതിൻ്റെ മോഷൻ മൂലമാണ് എന്തുണ്ടായത്? EMF ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ പേരെന്തായത്? മോഷണൽ EMF ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താ dx/dt? പറ. dx/dt എക്സ് ഇത് മൂവ്മെൻറ്റ് മോഷനിലാണ്. എന്തായിരിക്കും അപ്പം? x/t വെലോസിറ്റി അല്ലേ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി. അപ്പോൾ എന്ത് കിട്ടി? E ഈസ് ഈക്വൽ ടു BLV. മോഷണൽ EMF ഇൻഡിക്കേഷൻ ആണത്. BLV. കുഴപ്പമില്ലല്ലോ, ഇത് സിമ്പിളല്ലേ? അതായത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും ഈ ആമിൻ്റെ ലെങ്തും ഈ ആമിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇവിടുത്തെ EMF കൂട്ടണം. EMF എങ്ങനെ കൂട്ടാം? വെലോസിറ്റി കൂട്ടിയാൽ മതി. അതായത് ആമ് നന്നായിട്ട് മൂവ് ചെയ്യിച്ചാൽ, ആമിനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ചാൽ കൂടുതൽ എന്തുണ്ടാവും? അവിടെ EMF ഉണ്ടാവും. കാര്യം മനസ്സിലായോ? മോഷണൽ EMF സിമ്പിളാണ്, ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടിപ്പോൾ ചോദിക്കാം.